അപ്പം നേണ്ട അതാണ്ട് വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ്. അവനെ അറിയാമല്ലോ, അതുകൊണ്ട് അതാണ് കുട്ടി. അപ്പം ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന്. മോളെ എന്തു പ്രശ്നം? ഞങ്ങളാരും അടിച്ചോണ്ട് പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ, ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയത്തില്ലയോ? കളഞ്ഞേച്ച് പോകുമ്പോ കരയാനുള്ള ഭാഗ്യം ഒന്നും കണ്ടിട്ട് ഇറങ്ങി വന്നതല്ല. നല്ല കുടുംബം മോളെ, നീ എത്തേണ്ടടുത്ത് തന്നെ എത്തിയോ. എന്തായാലും നിന്റെ കുടുംബത്തിൽ വന്നില്ല, എന്തായാലും നിന്റെ കുടുംബത്തിൽ വന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാം, എന്തോ അവിടെ ഒരു പാവം നിൽക്കുന്നതാ. അതായത് ഈ പാവത്തിനെ കണ്ടാലും പേടിക്കുന്നു എന്ന് ഞാൻ വെറുതെ വെച്ചേക്കുന്നത്. അതൊരു ഹാക്കറാണ്. ഓക്കെ, വെറുതെ ചുമ്മാ വെച്ചേക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ കുറച്ച് ദിവസം നമ്മളിപ്പോൾ കാണുന്നു ഈ വിഷയത്തിൽ കണ്ടു. പക്ഷേ ഇത് വളരെ സെൻസിറ്റീവായിട്ട് അധികം മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം മോശമാവാൻ സാധ്യതയുള്ളൊരു കേസാണ്. എങ്കിലും കുറേ അധികം ആൾക്കാർ പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം വല്ലതും ഉണ്ടോ എന്ന്. അഭിപ്രായം വ്യക്തമായുണ്ട്. അതായത് ഈ ചാത്തൻസ് ഡേ വ്ളോഗ് എന്നോ അങ്ങനെ ഒരു ചാനൽ, അതിനകത്ത് ഒരു പയ്യൻ വിവാഹം കഴിച്ചു. അദ്ദേഹം ട്രാൻസ് മെന്നാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാർട്ട്ണറും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ വിളിച്ചുകൊണ്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, തൊഴിലാളിയാണ്, അതുപോലെ തന്നെ കർഷകനാണ്, പോത്തൊക്കെ വളർത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സാഹചര്യമൊക്കെ ഇച്ചിരി ചുറ്റുപാടുമൊക്കെ ഇച്ചിരി മോശമൊക്കെയാണ്. ആ വീട്ടിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവന്ന് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ ചർച്ച വന്നു. ആക്ച്വലി ഇതിനകത്ത് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഇതിനകത്ത് ചില കാര്യങ്ങളൊന്ന് കാണിച്ചുകൊണ്ട് ഒരു ലൈവിന്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതിനു ഭാഗ്യം നിനക്കുണ്ടാവട്ടെ, BMS, അതിനു ഭാഗ്യം നിനക്കുണ്ടാവട്ടെ. എന്തിനു കളഞ്ഞേച്ച് പോകുമ്പോ കരയാനുള്ള ഭാഗ്യം. നമ്മുടെ ഡെയിലി നമ്മുടെ ചാനൽ വാച്ച് ചെയ്യണം, എല്ലാ ദിവസവും അതിൽ കമന്റ്സ് രേഖപ്പെടുത്തണം, എപ്പോഴും കാണണമെന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി BNS അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. വെയിറ്റ് ചെയ്താൽ നിന്റെ മൂക്കി പല്ല് വരും. വെയിറ്റ് ചെയ്താൽ ഒന്നും കണ്ടിട്ട് ഇറങ്ങി വന്നതല്ല. നല്ല കുടുംബം മോളെ, നീ എത്തേണ്ടടുത്ത് തന്നെ എത്തിയോ. എന്തായാലും നിന്റെ കുടുംബത്തിൽ വന്നില്ല, എന്തായാലും നിന്റെ കുടുംബത്തിൽ വന്നില്ല, എന്റെ കുടുംബത്തിലാ വന്ന് അവര് ജീവിക്കാൻ. മനസ്സിലായി എങ്കിലും താങ്ക് യു. പറഞ്ഞ സത്യമുണ്ട്, നല്ല കുടുംബത്തിലാ അവള് വന്നത്. അവൾക്ക് കിട്ടാനുള്ളതിൽ ഏറ്റവും നല്ലതാ. പിന്നെ കാശ് കണ്ടിട്ട് പോയിട്ട് അവളെ കൊണ്ട് നിന്ന് സ്ത്രീധനത്തിന്റെ പേര് തൂക്കിക്കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ പീഡിപ്പിക്കാനോ ഇതിനൊന്നും ഞങ്ങൾ നിക്കത്തില്ല. ഞങ്ങളൊന്നും ഇടിയും കൊള്ളേണ്ടി വരത്തില്ല, കുടിയന്മാരുടെ ചവിട്ടും കൊള്ളേണ്ടി വരത്തില്ല. അതെ, ഇടിയും കൊള്ളണ്ട, ചവിട്ടും കൊള്ളണ്ട, ഒരു നശിച്ച വാക്കും ദുഷിച്ച വാക്കും അവൾ ആരെയും വൈന്ന് കേൾക്കത്തില്ല. ഓക്കെ, മറ്റൊരു വീട്ടിലേക്ക് കയറി പോകുന്ന ഏതൊരു പെണ്ണിനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമൂഹത്തിന്റെ പൊതു ചട്ടപ്രകാരം നടക്കുന്ന കല്യാണത്തിലടക്കം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുറച്ച് വാക്കുകളാണ് അവിടെ പറഞ്ഞത്. ഇദ്ദേഹമാണ് ആ കുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു ട്രാൻസ് മെന്നാണ്. ഇതിനധികം ഒരുപാട് പേര് ഇതിനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇത് ഇങ്ങനൊരു സംഭവം ചെയ്തത്? ആ പെൺകുട്ടിയെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 20 വയസ്സിന് മേൽ പ്രായം, 20-24 വയസ്സ് പ്രായമൊക്കെ ഉള്ള ആൾക്കാരാണ്. രണ്ടുപേരും 20-ന് മേൽ പ്രായമൊക്കെ ഉള്ള ആൾക്കാരാണ്. 20-ന് മേൽ പ്രായമായെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോഴും ഇതെൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ഈ കാലഘട്ടത്തിലെ 2K ജെൻസി കുട്ടികളോടും പറയുന്നത്, ദയവായി പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, എന്നിട്ട് മതി ഈ പറഞ്ഞ പരിപാടികളൊക്കെ. ഒന്നാമത്തെ കാര്യം, ഒളിച്ചോട്ടം നോർമലൈസ് ചെയ്തതിനോട് ഞാൻ 100% എതിർപ്പാണ്. ഈ ഒരു വിഷയത്തിൻ്റെ അകത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു വരാം. ഒളിച്ചോട്ടം നോർമലൈസ്ഡ് ആവുന്ന ഒരു കാര്യത്തിനോട് ഞാൻ വളരെ എതിർപ്പാണ് എനിക്കുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വിഷയത്തിൻ്റെ അത് പിന്നെ കല്യാണം എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. മണി എന്നുള്ള സാധനം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് റെസ്പെക്റ്റും ഉണ്ടാകും, നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പലയിടത്തും അടിമയാവേണ്ടിയും വരും. പണിയുള്ളിടത്തും പോട്ടെ. ഇനി ഇവരുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഒരു ട്രാൻസ്മെൻ്റ് എന്നുള്ള ഒറ്റ കാരണത്താലാണ് കുറേ അധികം ആക്രമണങ്ങൾ ഈ പയ്യൻ അല്ലെങ്കിൽ ഈ ഒരു കപ്പിൾ നേരിടേണ്ടി വരുന്നത്. അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായി. ഇപ്പോൾ ഇവരുടെ പാസ്റ്റ് ലൈഫ്, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രണയത്തിൽ വളരെയധികം സജീവമായ പ്രണയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നവരാണ്. അതിനുശേഷം ഇവരുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് വിളിച്ചിറക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്. പെൺകുട്ടിക്ക് മറ്റൊരു വിവാഹം ആലോചിച്ച് അതെല്ലാം നടക്കുമെന്നുള്ള സാഹചര്യം വന്ന സമയത്ത് ആ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവരെല്ലാവരും പോയി ഒരു ഓട്ടോറിക്ഷയിൽ വിളിച്ചുകൊണ്ടും വരുന്നു. ഇതിനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവും ഒക്കെ ആയിരുന്നു. ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവർ. അപ്പോൾ അവൻ മറു സൈഡിൽ കൂടെ ദേണ്ട മോടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ വന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഇടിയിട്ടി അറിയാൻ അപ്പം ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചെന്ന് കണ്ടു. അപ്പോൾ പുള്ളിക്കാരി എന്താണെന്നാ വീട്ടിൽ നിന്ന് ചാടിപ്പോരുന്നത് കൊണ്ടാണോ കറുപ്പൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പം ദേണ്ട അതാണ്ട വരുന്ന ഈ 2 സാധനങ്ങളാണ്. അവനെ അറിയാമല്ലോ, അതാണ് കുട്ടി. അപ്പം ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന്. മോളെ എന്ത് പ്രശ്നം? ഞങ്ങളാരും അടിച്ചോണ്ട് പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ? ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയത്തില്ലയോ? മോഡ് ഇഷ്ടപ്രകാരം തന്നെ വന്നില്ലയോ? അല്ല, കാരണം വേറൊന്നും അല്ല. ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോരുന്നതാണ്. അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം, പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. കാര്യം ഓക്കെ, ഇതൊക്കെ അവർ തെളിവുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതിന്റെ സംഭവം കാരണം ഇറങ്ങി വന്നത് നമ്മൾ സമ്മർദ്ദത്തിലാണല്ലോ. അപ്പോൾ തെളിവൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം. കാരണം അവരുടെ ഒരു പിന്നൊരു വർത്തമാനം പറയുന്നുള്ള കാര്യമാണ്. ഇവരിതിൻ്റെ വീഡിയോ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ വീട്ടുകാരെ സമ്മതിച്ചില്ല. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ല ഈ ബന്ധത്തിനോട്. കാരണം അവർക്ക് ട്രാൻസ്മെൻ ആയിട്ടുള്ള വ്യക്തിയോട് അയക്കാൻ താല്പര്യമില്ലാത്തതാണ്. അതൊക്കെ ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. അച്ഛനമ്മമാർക്ക് എങ്ങനെയൊക്കെയുള്ള മക്കൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നുള്ള ആഗ്രഹിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്മെൻ എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു ഇണയെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധവും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് അതിനെ നിഷേധിക്കുന്ന ഒരു കാര്യത്തിനോടും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. 2 സൈഡിലും നോക്കിയാൽ ന്യായമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഇവർ കല്യാണത്തിൻ്റെ അഥവാ വിളിച്ചിറക്കിക്കൊണ്ട് പോയതിന് ശേഷം നേരെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നു. പ്രായപൂർത്തിയായവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശപ്രകാരം അവർ മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരു ചെറിയ രീതിയിൽ ഒരു കല്യാണമൊക്കെ നടത്തുന്നു. സോ അവർ ഇവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മൊത്തം കാണുന്ന രാവിലാദ്യം വേവലാദ്യം എന്ന് വെച്ചാൽ എത്ര ദിവസം പോകുന്നു എന്നൊക്കെ കാണാം. ഞാൻ ചോദിക്കട്ടെ, റീസെൻ്റ്ലി നമ്മൾ സംസാരിച്ചൊരു കേസാണ് അതുല്യയുടെ വിഷയം. അതിനുശേഷവും അതിന് മുൻപും എത്രയോ വിഷയങ്ങൾ അവിടെ നമ്മുടെ എന്താണ് ഈരാറ്റുപേട്ട അവിടെ ഒന്നിലധികം 2ഓളം വളരെ സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിലൊക്കെയുള്ള ഈ കുടുംബജീവിതത്തിൽ നയിച്ചുകൊണ്ടിരുന്നവർ ട്രെയിനിൻ്റെ മുമ്പിലേക്കും അല്ലാതെയൊക്കെ മരണപ്പെടാനുള്ള സാഹചര്യങ്ങൾ, ആത്മഹത്യയിലേക്ക് നടന്നു പോകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? കോടികളും ലക്ഷങ്ങളും മറ്റതും മറിച്ചതും വമ്പൻ സാമ്പത്തികവും കൊടുത്തയച്ചിട്ടുള്ള കുടുംബങ്ങൾ എന്തുകൊണ്ട് പല ഛിന്ന ഭിന്നമായിട്ട് പോകുന്നു? എത്രയോ കുടുംബങ്ങളുടെ അകത്ത് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരാളുടെ വിവാഹം നടന്നു, അത് എത്ര ദിവസം കാണുമെന്നുള്ള കാര്യം നമുക്ക് അടയാളപ്പെടുത്താൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. നമ്മുടെ ചുറ്റുപാടും നോക്കൂ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കൂ. നമുക്ക് അതിനെക്കാട്ടിൽ അപ്പുറത്തേക്ക് വലിയ ഉദാഹരണമൊന്നും വേണ്ട. അതുകൊണ്ട് അവരുടെ ജീവിതം എങ്ങനെ പോകുമെന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഞാൻ പറയുന്നു, പുതിയ കാലഘട്ടത്തിലെ കുട്ടികളോട് ഞാൻ പറയുന്നത്, ഇതൊരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. ഇതേപോലുള്ള ഒരു വിവാഹം നടക്കുക, അതിനുശേഷം വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് വരുമാനം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കുറേയധികം ലൈവ് വ്ളോഗ് ഇതെല്ലാം നിരന്തരം ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പം ആ പെൺകുട്ടി ഇപ്പം നിലവിൽ ഇവരോട് ജീവിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ വന്നു. അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കട്ടെ. പക്ഷേ ഇത് ഒരു ലൈഫായിട്ട് മാറുമോ എന്നുള്ള കാര്യം അവർ സക്സസ്ഫുള്ളി ചെയ്ത് കാണിക്കേണ്ടതും കൂടെയാണ്. കാരണം ഇതെല്ലാം പബ്ലിക്കാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആളെണ്ണവും കൂടി ഇനിയിപ്പോൾ പെയിന്റ് അടിക്ക് അയാളെയും കൂടെ കൂട്ടാവെന്ന് കരുതി. അപ്പോൾ പിന്നെ വിളക്കൊക്കെ എടുത്ത് ഓക്കെ, ആചാരപ്രകാരമുള്ള ഇതാണ് വീട്ടിലേക്ക് കയറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഇനി ഒരു കാര്യം, സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ച് പറയുമ്പം, അതായത് ട്രാൻസ് മെന്നാണെന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ആരാണ് അറിഞ്ഞിരിക്കേണ്ടത്? നിങ്ങളോ ഞാനോ സമൂഹത്തിൻ്റെ അകത്ത് ആണും പെണ്ണുമായിട്ടുള്ളത് ഇതര ജെൻഡറായിട്ടുള്ള ക്യൂർ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരോ ആരും ആയിക്കോട്ടെ, ഈ സംഭവത്തിൻ്റെ അകത്ത് സെക്ഷൽ ഓറിയൻറ്റേഷൻ ആരെയാണ് ബാധിക്കേണ്ടത്? അല്ല, ആരാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ട് അറിയേണ്ടത് ആ പാർട്ട്ണറാണ്. നമ്മുടെ സാധാരണഗതിയിൽ ട്രഡീഷണലായിട്ട് നടക്കുന്ന ഏതെങ്കിലും വിവാഹത്തിൻ്റെ അകത്ത് ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ പറഞ്ഞുകൊണ്ടാണ് വിവാഹം നടത്താറുള്ളത്. എത്രയോ ഗേ ആയിട്ടുള്ള ആൾക്കാർ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് സാമൂഹിക ബോധവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ജീവിക്കും. അവസാനം ഈ പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ ഇയാൾക്ക് മറ്റ് പല പുരുഷന്മാരുമായിട്ടുള്ള മറ്റ് ബന്ധങ്ങളും കാരണം തകർന്ന കേസുകൾ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. അതെല്ലാം അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ജീവിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. അതെല്ലാം വരച്ചു കാട്ടപ്പെട്ടൊരു സിനിമ നമ്മുടെ മമ്മൂക്കയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്ക അഭിനയിച്ചൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഇതുപോലെ എത്രയും. അതുപോലെ തന്നെ ലെസ്ബിയൻ ആയിട്ടുള്ള ആ ഒരു താല്പര്യമുള്ള പെൺകുട്ടി അവരെ നിർബന്ധിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും പുരുഷന്മാരുടെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ട് അവസാനം ആ കുട്ടിയുടെ ജീവൻ തകരുകയോ അവസാനം ആത്മഹത്യയുടെ വക്കിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ പാർട്ട്ണർ അറിയണം. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇങ്ങനെ സാഹചര്യം പറയാൻ എവിടെയാണ് ഒരു അവസ്ഥയുള്ളത്? അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് അയാൾ എന്താണ് അയാളുടെ ഓറിയൻറ്റേഷൻ വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് അവർ മുന്നോട്ട് പോകത്തില്ല. വേറൊരു വിവാഹത്തിലേക്ക് ആ പെൺകുട്ടി നിർബന്ധിച്ച സമയത്ത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചു. ഇദ്ദേഹം പുരുഷനാണ്, ട്രാൻസ് മെന്നാണെന്നുള്ളതാണ്.
അഥവാ സ്ത്രീയായി ജനിക്കുകയും പിന്നീട് പുരുഷനിലേക്ക് സർജറി ചെയ്ത് മാറുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും മറ്റുള്ള പല കാര്യങ്ങളും അതിനകത്ത് സ്ത്രീയുടേതായിട്ട് മാറുമെങ്കിലും അത് പുരുഷനിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സയൻസ് പറയേണ്ടി വരും. സോ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തായിരുന്നാലും അവർ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രം നമുക്കിവിടെ ഈ സമയത്ത്. കാരണം ഇവിടെ ഇതിന് മുമ്പ് അമൽ പൂജ എന്ന് പറയുന്നൊരു ദമ്പതികളെ കുറിച്ച് സംസാരിച്ചു, കപ്പിളിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ആ വീഡിയോക്കകത്ത് വ്യക്തമായി പറഞ്ഞു, അമലെ പൂജയും അമലും വളരെ ഗംഭീരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഈ കൊച്ചു ജീവിതം ജീവിച്ചു തീർക്കും. പക്ഷേ ഒരു കാര്യം മാത്രം, സമൂഹം ഇതിനെ ഒരിക്കലും ഏറ്റെടുക്കരുത്, ഇങ്ങനെയുള്ളൊരു കാര്യം മാതൃകയാക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയാം, സമൂഹം ഇതിനെ മാതൃകയാക്കരുത്. പിന്നെ ഒരു കാര്യം, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ട്രാൻസ്മെൻ എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അവനും ജീവിതം വേണ്ടേ? അവനൊരിക്കലും അവന് നേരാവണ്ണം ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ സമൂഹം തയ്യാറാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പം അവനറിയുന്ന, അവനോടൊപ്പം ജീവിക്കാൻ താല്പര്യമുള്ള ഒരു പെൺകുട്ടി ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് ഇയാളില്ലെങ്കിൽ അടുത്ത ദിവസം സൂയിസൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും വല്ല, ഇപ്പം തന്നെ എത്ര കേസുകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പാലത്തിൻ്റെ മുകളിൽ ചാടാൻ വേണ്ടിയിരുന്ന ഒരു പയ്യനെ പോലീസുകാർ പിന്തിരിപ്പിച്ചു കൊണ്ടുവന്നു. അതുപോലെ തന്നെ എത്ര വിഷയങ്ങൾ, എത്ര സ്ത്രീകൾ ചാടിച്ചാവുന്നു, എത്ര പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ എന്തിനാ? അവർ ജീവിച്ച് കാണിക്കട്ടെ. ഞാനിപ്പോഴും പറയുന്നു, ഇത് കാണുന്ന അവരുടെ പേര്, എനിക്ക് രണ്ടുപേരുടെ പേരെനിക്കറിയത്തില്ല, ആ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അത് ബാക്കി സമൂഹം മറ്റുള്ളവർ കാര്യം വിധി എഴുതിയാലും ഇല്ല എങ്കിലും ആ ഇറങ്ങിപ്പോയിട്ടുള്ള നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, അഥവാ ഈ പയ്യൻ കേൾക്കാൻ പറയുക, നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് വന്ന ആ പെൺകുട്ടിയെ പറഞ്ഞ വാക്കുകളെല്ലാം, കുറച്ച് മുമ്പ് പറഞ്ഞ വാക്കുകളെല്ലാം, അതായത് മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ, ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടോ, ഗാർഹിക പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടോ, കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടോ ഒന്നും വിഷമിപ്പിക്കാതെ നല്ല രീതിയിലൊരു ജീവിതം കൊടുക്കുമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഭർത്താവായിരിക്കും താങ്കൾ. ഓക്കെ, ഭർത്താവെന്ന് ഞാൻ പറയുന്നില്ല, പാർട്ട്ണർ. ഭർത്താവ് എന്തിനാ ഭരിക്കുന്നത്? അത് ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അത്ര മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് അവരുടെ ലൈഫിലേക്ക് കടന്നു കയറിയിട്ട് ഞാൻ ഇതിനകത്ത് മറ്റൊരു തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കി കേൾക്കാം. വീട്ടിൽ നിന്ന് പുറത്തെന്ന് പറഞ്ഞ അവൻ ഒരു തവണ പറയൂ. മോൻ സ്വന്തം അമ്മയുടെ അടുത്ത് പോകാറില്ലേ? ഞാൻ പോവല്ലോ. എന്റെ അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇപ്പൊ വിളിച്ചാലും ഞാൻ പോകും. എടാ ബാടാ, അത്യാവശ്യമാണ്, എനിക്കൊന്ന് കാണണം, ഞാൻ ഇപ്പൊ പോവല്ലോ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ചാത്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് പിരിഞ്ഞ് താമസിക്കുകയോ മാറി താമസിക്കുകയോ എനിക്ക് അത് വലിയ ഡീറ്റെയിൽഡ് അറിയത്തില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കൂടെ അല്ല, ഇപ്പോൾ താമസിക്കുന്ന കൂടെയുള്ള സ്ത്രീ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ലൈഫ് പാർട്ട്ണറായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു തീർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പയ്യൻ്റെ അമ്മ ആ വീട്ടിലില്ലെന്നതാണ്. അപ്പം ഇദ്ദേഹത്തിന് അഥവാ ഈ ട്രാൻസ്മെൻ്റായിട്ടുള്ള ഈ കുട്ടിയെ അവർ ഒരു മകനെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ ഒക്കെ കാണുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. ഒരു മോനെ പോലെ സഹോദരനെ പോലെയൊക്കെ കാണുന്നത്, ചേച്ചി എന്നുള്ള രീതിയിലേക്ക് കാണുന്നതൊക്കെ പറയുന്നു. പിന്നെ ഈ വീഡിയോയിൽ ഉടനീളം കാണുന്നത് ആ പെൺകുട്ടി കംഫർട്ടായിട്ടുള്ളതാണ്. എനിക്ക് ആ കുട്ടി ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നത് ഇവർ വരെ പോത്തിനെ അടിക്കാൻ വേണ്ടിയിട്ട് അതൊരു പാടത്തെ എന്തോ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ചാടുക എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കുട്ടി നിർബന്ധിക്കരുതെന്ന് കുട്ടി പറയുന്നുണ്ട്. സോ ഞാൻ നിങ്ങളോടും പറയുന്നത്, നിങ്ങൾ ആ കുട്ടിക്ക് അറിയാത്ത കാര്യങ്ങൾ ആ പുതിയ സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷം അത് ചെയ്യുന്നുള്ള കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാട്ടുകാർ പറയുന്ന സാഹചര്യത്തിലേക്ക് വരുത്തരുത്. അടുക്കള പണി ചെയ്യിപ്പിച്ച്, പോത്തിനെ അഴിപ്പിച്ച് കെട്ടിപ്പിച്ച്, വീട്ടിലെ കാര്യങ്ങൾ നോക്കി ആ ഒരു തരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ ലൈഫ് അത്രത്തോളം ശൂന്യമായി പോകാതിരിക്കട്ടെ. എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ഒരു ഇത് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇച്ചിരി 10 മിനിറ്റ് 10-15 മിനിറ്റ് അത്രേ ഉള്ളൂ മാക്സിമം. 15 മിനിറ്റ് തന്നെ വേണ്ട, ബൈക്കിൽ പോവാന്നേ 10 മിനിറ്റ്. ഇപ്പൊ വിളിച്ച് എടാ എനിക്ക് അത്യാവശ്യം നിന്നെ ഒന്ന് കാണാം, ഇങ്ങോട്ട് വരുവോ അന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പോവും. നിങ്ങളാരും വിഷമിക്കണ്ട, പേടിക്കണ്ട, ആർക്കും ദുഃഖം വേണ്ട കേട്ടോ. പരസ്യത്തിന്റെ കൈ കൊടുക്കില്ല. ഓക്കെ, എനിവേ, അപ്പോൾ ഇതാണ്. അപ്പോൾ അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകട്ടെ. പിന്നെ ഈ ലൈവുകളുടെ അകത്ത് ആൾക്കാർ മൊത്തം കമൻറ്റ് ചെയ്യുന്നതിന് എല്ലാത്തിനും കുത്തിയിരുന്നവർ എല്ലാത്തിനും മറുപടി കൊടുക്കുന്നുണ്ട്. ആ കമൻറ്റുകൾ അത്രത്തോളമൊക്കെ മറുപടികൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫ് തന്നെയാണ് ആൾക്കാർ നിങ്ങൾ പബ്ലിക് കൊണ്ട് കാണിച്ചതുകൊണ്ട് ആൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത്. പ്രകടനങ്ങൾ ആൾക്കാരെ പങ്കുവയ്പ്പിക്കേണ്ട സാഹചര്യം ഒരുക്കിയത് നിങ്ങളാണ്. നിങ്ങൾ ആ പെൺകുട്ടി ഇറക്കിക്കൊണ്ടുവരികയും അതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ജീവിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയൊക്കെ ചുറ്റുപാട് ഒരുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം അത് ലൈവ് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ, വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്താരും അറിയത്തില്ല, ആരും അഭിപ്രായം പറയത്തില്ലായിരുന്നു. നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയ ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. മറിച്ച് ഇപ്പോൾ കാണുന്ന നമ്മുടെ എള്ളോളം തരി പൊന്നെന്തിന എന്നുള്ളൊരു പരിപാടി പറയുന്ന പോലത്തെ സംഭവം
ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം ചാനലുകൾ നമ്മുടെ ഇൻ്റർവ്യൂവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവുന്നു. അതിനുശേഷം അത് ആ കുടുംബത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് അതിനെ വെച്ച് യൂട്യൂബ് ചാനലൊക്കെ അവരുടെ വ്യക്തിപര താല്പര്യമാണ്, അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതൊന്നും അല്ലാത്ത രീതിയിൽ അവരുടെ ലൈഫ് താറുമാറാകുന്നു. അങ്ങനെയുള്ള കുറേ ലൈഫുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും ആകാതെ ഇരിക്കട്ടെ ഈ കുടുംബം. സത്യമായിട്ട് ഞാൻ പറയാം, ജീവിതം തുടങ്ങിയവരോട് പറയാനുള്ളത്, ആകെപ്പാടെ പറയാനുള്ളത്, കൺഗ്രാറ്റ്സ്, അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു ഹാപ്പി മാരീഡ് ലൈഫിനപ്പുറത്തേക്ക് അവരൊരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ തിരഞ്ഞെടുത്ത ജീവിതം, അത് അവരുടെ ജീവിതം. ഇന്ത്യയുടെ പ്രായപൂർത്തി എത്രയാണോ ആ ഒരു തരത്തിലേക്കുള്ള അവരുടെ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു വിവാഹം നടന്നു എന്നുള്ളതാണ്. അവർ ഒരുമിച്ച് ജീവിക്കട്ടെ, അവർ പിരിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട, അത്രയേ ഉള്ളൂ. അപ്പം ബാക്കിയെല്ലാം കാലം വളരെ ചെറിയ ജീവിതമാണെന്നേ. നമ്മളിപ്പോൾ ഈ അവരെ ജഡ്ജ് ചെയ്യാനും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവരിനിപ്പം അവരുടെ മറ്റ് പരിപാടികൾ എന്ത് നടക്കുന്നു. ഈ കുറേ ആൾക്കാർ ആവലാതികളാണ്. ഈ മറ്റ് പരിപാടികൾ എന്തിനാണ് നമ്മൾ മറ്റേ പരിപാടികളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്? അവർ ചിന്തിച്ച് അവരങ്ങ് ചെയ്തോളും, അതൊക്കെ അങ്ങ് നടക്കും, അത്രയല്ലേ ഉള്ളൂ. ഓരോരുത്തരെയും അച്ഛനമ്മമാരാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അല്ലല്ലോ, അവരവർക്ക് അറിയുന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതല്ലാതെ അത് ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണ്, അങ്ങനെയാണെങ്കിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊന്നും അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നന്നായിട്ട് വരൂ, അടിപൊളിയായിട്ട് ജീവിക്കൂ. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മുന്നോട്ടുള്ള പഠിത്തം ഉണ്ടെങ്കിൽ ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതല്ലാതെ ഒരു വ്ളോഗിങ് ലൈഫ് മാത്രമായിട്ട് നിൽക്കാതെ അതിൻ്റെ ഫ്യൂച്ചറും നിങ്ങളുടെ എല്ലാവരുടെയും ഫ്യൂച്ചറും മുന്നോട്ട്. പിന്നെ അയാളുടെ ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന് അറിയുന്നത് നല്ലത് വരട്ടെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളിതുപോലെ നിങ്ങളുടെ ഇപ്പം കാണുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ നിങ്ങളെ ഒരു മകൾ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരാളോടൊപ്പം പോകുന്നു, എന്തായിരിക്കും നിങ്ങൾ പറയുക? അതോടൊപ്പം തന്നെ മറ്റേ ആൺകുട്ടികളുടെ അച്ഛനമ്മമാരോട് നിങ്ങളുടെ മകൻ ഒരു സുപ്രഭാതത്തിലും ഒരു കുട്ടിയെ വിളിച്ചിറക്കൊണ്ടിരുന്നു, നിങ്ങൾ ഇതുപോലുള്ള സാഹചര്യം സൃഷ്ടിക്കുമോ? അതോ എന്തായിരിക്കും നിങ്ങൾ പ്രതികരണം? ഒരാൾക്ക് അവർ തമ്മിൽ ഇനി ഒരിക്കലും വിട്ടുമാറാൻ പറ്റാത്ത ഗാഢമായൊരു പ്രണയം നിലനിൽക്കുന്നു, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വല്ലതും ചെയ്തു കളയും. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമ്പോസ് ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.